ഹലോ, ഞാൻ ഡോക്ടർ ഐശ്വര്യ, എംഒ, നാസ് ക്ലിനിക്, മുക്കം. റമദാൻ മാസത്തിൽ നമ്മൾ നോമ്പെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആരോഗ്യകരമായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. അതായത് സൺറൈസ് മുതൽ സൺസെറ്റ് വരെ ഏകദേശം 12 മുതൽ 14 മണിക്കൂർ വരെ നമ്മുടെ ബോഡി ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന തരത്തിലായിരിക്കും ഉണ്ടാവുക. റമദാൻ മാസത്തിൽ നോമ്പെടുക്കുമ്പോൾ നിങ്ങൾക്ക് ദഹനപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവരാണോ നിങ്ങൾ? ശരിക്കും നോമ്പെടുക്കുന്നത് നമുക്ക് ആരോഗ്യപരമായിട്ട് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്ന കാര്യമാണ്. പക്ഷേ ചിലർക്ക് നോമ്പ് എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ ഒരു അഡാപ്റ്റേഷൻ ഫേസിൽ തന്നെ ചില വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഛർദി, ഇല്ലെങ്കിൽ നന്നായിട്ടുള്ള വയറുവേദന, ഇല്ലെങ്കിൽ ഓക്കാനം, ഇല്ലെങ്കിൽ ചിലർക്ക് ഡയറിയ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനൊക്കെ ആയിട്ടും ചിലർക്ക് വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങി കാണാറുണ്ട്. പെട്ടെന്നുള്ള ഈ ഈറ്റിങ്ങിലെ പാറ്റേണിൽ ചേഞ്ച് വരുന്നതും, ചിലർക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ഭയങ്കര ആങ്സൈറ്റി, സ്ട്രെസ്സ് വരുന്നതും, ഇല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ തന്നെ ഗട്ട് ബാക്ടീരിയയിലൊക്കെ വരുന്ന വ്യത്യാസവും, ഇല്ലെങ്കിൽ ആൾറെഡി ആൾക്കാർക്കുള്ള റിഫ്ലക്സ് സിംറ്റംസോ ഇല്ലെങ്കിൽ വേറെ ഗ്യാസ് ആയിട്ടുള്ള സംബന്ധമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇതിന് ആക്കം കൂട്ടുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഫാസ്റ്റിംഗ് ടൈം ആദ്യം ഒന്ന് കുറയ്ക്കാം. ഒരു 10 to 12 വരെയൊക്കെ ഒന്ന് കുറയ്ക്കാം. പിന്നെ നമ്മുടെ ബോഡി ഇത് അഡാപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഫാസ്റ്റിംഗ് ടൈം കൂട്ടിക്കൊണ്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ നോമ്പ് തുറക്കുന്ന ഒരു സമയമാണെങ്കിൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നന്നായിട്ട് പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. യോഗട്ട്, കേട്, അല്ലെങ്കിൽ തൈര്, അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറികളൊക്കെ ഉപ്പിലിട്ടതൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇത് കൂടെയൊക്കെ നമുക്ക് ധാരാളമായിട്ടുള്ള പ്രോബയോട്ടിക്കുകളും അതും വഴി നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കും. കൂടാതെ ധാരാളം ഇലക്ട്രോലൈറ്റ് അടങ്ങിയിട്ടുള്ള, അതായത് ബനാന, കുക്കുംബർ അല്ലെങ്കിൽ വാട്ടർമെലൺ, അത് കുരുവൊഴുക്ക് കൂടി കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. നമുക്ക് കൂടുതലായിട്ടുള്ള ഫാറ്റ്, മിനറൽസ്, പ്രോട്ടീൻസ് ഒക്കെ ഇതിൽ നിന്ന് ലഭിക്കും. നോമ്പെടുക്കുന്ന ടൈമിൽ ധാരാളം വെള്ളം കുടിക്കാനും, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടുള്ള മധുരങ്ങൾ ഒഴിവാക്കുക, മധുര പലഹാരങ്ങൾ അതൊക്കെ ഒഴിവാക്കുക, കൂടുതൽ ഓയിലി ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കുക. ഇതുവഴി നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ ക്ഷീണം അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കാനൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. നോമ്പ് തുറക്കുന്ന ടൈമിൽ അധികം 2-3 കാരക്ക എടുക്കാനും, അതിനുശേഷം ഫ്രൂട്ട്സ് കഴിക്കാനും, അതിനുശേഷം മാത്രം ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും ശ്രദ്ധിക്കുക. ഇനിയിപ്പം നമ്മൾ അത്താഴം കഴിക്കുന്ന ടൈമാണെങ്കിൽ മാക്സിമം ഓയിലി ഫുഡൊക്കെ ഒഴിവാക്കുക. ജ്യൂസ് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതും ഒന്ന് ഒഴിവാക്കുക. ഈ അധികമായിട്ടുള്ള മധുരം, ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡുകളൊക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വയറിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ മിൽക്ക് ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും. ഇനി അഥവാ പാല് ഉപയോഗിക്കണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ബദാം മിൽക്കോ ഇല്ലെങ്കിൽ കോക്കനട്ട് മിൽക്കൊക്കെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അധികവും നോമ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അധികം ആൾക്കാർക്ക് കൂടുതലായിട്ടുള്ള കൊളസ്ട്രോള്, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഇല്ലെങ്കിൽ യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടുക, അങ്ങനത്തെ ഒക്കെ അവസ്ഥ ഉണ്ടാകുന്നത്. ഇതൊക്കെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റെഡ് മീറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല, എന്നാലും മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. നോൺ വെജൊക്കെ ഒന്ന് കുറയ്ക്കുക, ഓയിലി ഫുഡൊക്കെ ഒന്ന് കുറയ്ക്കുക. പിന്നെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെ അധികം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നന്നായി വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് ഈ ദഹനത്തിനൊക്കെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഈ ദഹന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സ് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ചില ചായകൾ, അതായത് ജിഞ്ചർ ടീ, അല്ലെങ്കിൽ ചമോമില്ല ടീ, അല്ലെങ്കിൽ ഗ്രീൻ ടീ, ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തിന് ശേഷം കഴിക്കാവുന്നതാണ്. നമ്മളുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ പച്ചമുളകിന് പകരം ക്യാപ്സിക്കം ആഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഈ മഞ്ഞൾപ്പൊടി ഒക്കെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് തൈരിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴിക്കുന്നത് നമ്മുടെ പ്രോബയോട്ടിക് ഇൻടേക്ക് ഇൻക്രീസ് ചെയ്യാനും നല്ലൊരു ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.